ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാദമി. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് കമ്പൈലർ 2021 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ ആരാണ്? വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ. അവസാനത്തെ യൂറോപ്യന്മാരാണ് ആര്? ഫ്രഞ്ചുകാർ കേട്ടോ. ഫ്രഞ്ചുകാരാണ്. ഈ ഒരു ഓർഡർ പോഡ ബീഫ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പോഡ ബീഫ് എന്ന് പഠിച്ചു വെക്കുക. പോഡ എന്ന് പറയുമ്പോൾ ആദ്യം വന്നവരാണ് ആര്? നമ്മുടെ പോർച്ചുഗീസുകാർ. പിന്നെ രണ്ടാമത് വന്നത് അതായത് പോർച്ചുഗീസുകാർ, രണ്ടാമത് ഡച്ചുകാർ, മൂന്നാമത് വന്നത് ബീഫ് എന്നല്ല, ഇപ്പോൾ ബ്രിട്ടീഷുകാർ, പിന്നെ വന്നവരാണ് നമ്മുടെ ഫ്രഞ്ചുകാർ എന്ന രീതിയിലാണ് കേട്ടോ. ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, രണ്ടാമത് ഡച്ചുകാർ വന്നു, ഇനി മൂന്നാമത് വന്നത് ബ്രിട്ടീഷുകാർ, നാലാമതാണ് അതായത് അവസാനം വന്നത് ഫ്രഞ്ചുകാരാണെന്ന് ആലോചിക്കുക. ഇനി രണ്ടാമത് വന്ന ഡച്ചുകാരും അതുപോലെ തന്നെ ആദ്യം ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോയത് ആരാണ്? അതും ഡച്ചുകാർ തന്നെയാണ്. രണ്ടാമത് വരികയും ആദ്യം തന്നെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്ത ഡച്ചുകാരാണ്. എന്നാൽ ആദ്യം വരികയും അവസാനം തിരിച്ചു പോവുകയും ചെയ്തവരാണത് പോർച്ചുഗീസുകാർ കേട്ടോ. ഏറ്റവും ആദ്യം വരികയും ചെയ്തു, ഇനി അവസാനം ഇന്ത്യ വിട്ടു പോയ യൂറോപ്യന്മാരാരെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. ഇതിൽ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാരല്ല, യൂറോപ്യന്മാരല്ല, എന്നാലും ആ ഒരു കോഡ് വെച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരും അവസാനം ഇന്ത്യ വിട്ടുപോയ യൂറോപ്യന്മാർ ചോദിച്ചാലും അത് പോർച്ചുഗീസുകാർ തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ പറ്റി പഠിക്കാം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം എന്നാണ്? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664 ഇനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി ചോദിച്ചാൽ അത് കോൾബർട്ട് ആണ് കേട്ടോ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ് കോൾബർട്ട് ആണ്. ഇനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുമ്പോൾ ആ സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി ചോദിച്ചാൽ ലൂയി 14 കേട്ടോ. ലൂയി 14 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുമ്പോൾ അവിടെയുള്ള ചക്രവർത്തി. ഇനി ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം അത് പോണ്ടിച്ചേരി ആയിരുന്നു. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയും പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണറായിരുന്നു ഫ്രാങ്കോയിസ് മാർട്ടിൻ. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയിസ് മാർട്ടിൻ ആയിരുന്നു. ഇനി 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിലാണ്. അപ്പോൾ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം 1668 സ്ഥാപിച്ചു. എവിടെയാണ് സ്ഥാപിച്ചത്? അത് സൂററ്റിലാണ് കേട്ടോ. സൂററ്റിലാണ് സ്ഥാപിച്ചത്. ഇനി ഫ്രഞ്ചുകാർ മസൂലി പട്ടണത്തിൽ ഫാക്ടറി സ്ഥാപിച്ചതോ? അത് 1669 ഫ്രഞ്ചുകാർ മസൂലി പട്ടണത്തിൽ 1669 ഫാക്ടറി സ്ഥാപിച്ചു. ഇനി ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ മാഹി ഉണ്ട്, യാന ഉണ്ട്, പോണ്ടിച്ചേരി ഉണ്ട്, പിന്നെ കാരക്കലുണ്ട്, അതുകൂടാണ്ട് ചന്ദ്രനഗറും ഉണ്ട്. ഇനി ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലുള്ള പ്രദേശം ചോദിച്ചാൽ അത് മാഹിയും. മാഹി പ്രദേശത്തെ ഫ്രഞ്ചുകാരുടെ ചരിത്രം ആരംഭിച്ച വർഷം 1721 ആറ്റിങ്ങൽ കലാപത്തിന് സമയത്താണ് മാഹിയിലെ ഫ്രഞ്ചുകാരുടെ ചരിത്രം ആരംഭിച്ചത്. ഇനി ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏത്? കർണാട്ടിക് യുദ്ധങ്ങളാണ് കേട്ടോ. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധം നടന്നത്. അതിൽ ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം ചോദിച്ചാൽ അത് വാൻഡിവാഷ് യുദ്ധമാണ്. ഫ്രഞ്ച് അധിനിവേശം അവസാനിക്കാൻ കാരണമായ യുദ്ധം ചോദിച്ചാലോ വാൻഡിവാഷ് യുദ്ധമാണ്. ഏത് വർഷമാണ്? 1760 കേട്ടോ. 1760 അതായത് നമ്മുടെ സപ്തവത്സര യുദ്ധങ്ങൾ, ഫ്രഞ്ചും ബ്രിട്ടീഷുകാരും തമ്മിൽ സപ്തവത്സര യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് 1756 മുതൽ 1763 വരെ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നടന്നതാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാൻഡിവാഷ് യുദ്ധം നടന്നു 1760 നടന്നത്. ഇനി വടകരയിലെ ഭരണാധികാരികളിൽ നിന്നും മാഹിയിൽ വ്യാപാരം നടക്കുന്നതിന് അനുമതി സമ്പാദിച്ച സാമ്രാജ്യ ശക്തി ചോദിച്ചാൽ അത് ഫ്രഞ്ചുകാരാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. വടകരയിലെ ഭരണാധികാരികളിൽ നിന്നും മാഹിയിൽ വ്യാപാരം നടത്താം. അപ്പം മാഹിയിൽ വ്യാപാരം നടത്താൻ വേണ്ടി ഫ്രഞ്ചുകാർക്ക് അനുമതി നൽകിയത് ആരാണ്? വടകരയിലെ ഭരണാധികാരികളാണ്. അതുപോലെ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം കൂടെ നോക്കിക്കോ. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത്. ഇനി നമുക്ക് എന്തായാലും കർണാട്ടിക് യുദ്ധം കൂടെ നോക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് കർണാട്ടിക് യുദ്ധം ഏത് വർഷം നടന്നതാണ്? ഫസ്റ്റ് കർണാട്ടിക് യുദ്ധം 1740 മുതൽ 1748 വരെ കേട്ടോ. ഫസ്റ്റ് കർണാട്ടിക് യുദ്ധം 1740, 48, 46, 48 അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഏകദേശ വാല്യൂ പഠിച്ചു വെക്കുക. ഇത് അവസാനിക്കാൻ, ഫസ്റ്റ് കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ചോദിച്ചാൽ അത് എയ്ക്സ്ലാ ചാപ്ല ഉടമ്പടിയാണ് കേട്ടോ. എയ്ക്സ്ലാ ചാപ്ല ഉടമ്പടിയാണ് ഇത് അവസാനിക്കാൻ കാരണമായത്. ഇനി സെക്കൻഡ് കർണാട്ടിക് യുദ്ധം എന്ന് പറയുമ്പോൾ 1748 അല്ലെങ്കിൽ 49 to 54 വരെയായിരുന്നു. സെക്കൻഡ് കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി
അത് പോണ്ടിച്ചേരി ഉടമ്പടിയാണ്. ഇനി മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധം 1758 മുതൽ 63 വരെ. ശരിക്കും ഇതാണ് നമ്മുടെ സപ്തവത്സര യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാം കർണാട്ടിക് യുദ്ധമാണ്. അത് അവസാനിക്കാൻ കാരണമായത് പാരീസ് ഉടമ്പടിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് 1760 നമ്മുടെ വാൻഡിവാഷ് യുദ്ധമൊക്കെ ഉണ്ടായത്. ഓക്കെ, ഇനി ഇതിൽ വാൻഡിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട വാൻഡിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് സൈനാധിപൻ ചോദിച്ചാൽ അത് കൗണ്ട് ഡി ലാലിയാണ് കേട്ടോ. കൗണ്ട് ഡി ലാലി. വാൻഡിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് സൈനാധിപൻ കൗണ്ട് ഡി ലാലിയാണ്. ഇനിയും ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലാണ് ഇംഗ്ലീഷ് ചാനൽ കേട്ടോ. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന ചാനൽ ചോദിച്ചാൽ ഇംഗ്ലീഷ് ചാനലാണ്. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഡോവൽ കടലിടുക്കാണ്. കടലിടുക്കാണ് ചോദിക്കുന്നതെങ്കിൽ ഡോവൽ കടലിടുക്കും. ഇനി ചാനലാണെങ്കിൽ അത് ഇംഗ്ലീഷ് ചാനലുമാണ്. പിന്നെ നമ്മുടെ കൗണ്ട് ഡി ലാലി പരാജയപ്പെട്ടു. അപ്പോൾ ഇപ്പുറത്ത് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച ആളുടെ പേര് നോക്കാതെ ഐറി കോട്ടയാണ് കേട്ടോ. സർ ഐറി കോട്ടെ. ബ്രിട്ടീഷുകാരെ നയിച്ചത് സർ ഐറി കോട്ടയാണ്. ഇനി ഫ്രഞ്ചിൽ പരാജയപ്പെട്ട സൈന്യാധിപനാണ് കൗണ്ട് ഡി ലാലി. ഓക്കെ, കർണാട്ടിക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ഹിസ്റ്ററി വായിക്കാമേ. നമ്മുടെ ഫസ്റ്റ് കർണാട്ടിക് യുദ്ധം ഉണ്ടാകാനുള്ള മെയിൻ റീസൺ ചോദിച്ചാൽ ഫ്രാൻസ് വിജയിക്കാണ് ഫസ്റ്റ് കർണാട്ടിക് യുദ്ധത്തിൽ ഉണ്ടായത്. അതിന് മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഭരണാധികാരിയായ അൻവർ ഉദ്ദീൻ ഷാ ബ്രിട്ടീഷിൻ്റെ സഹായത്താൽ ഫ്രഞ്ചുകാർക്കെതിരെ നടത്തുന്ന യുദ്ധമായിരുന്നു ഈ ഫസ്റ്റ് കർണാട്ടിക് യുദ്ധം. അതിൽ ശരിക്കും ഫ്രാൻസാണ് വിജയിക്കുന്നത്. ഇതിൽ അവർ മദ്രാസ് എന്ത് ചെയ്തു, ഫ്രഞ്ചുകാർ വിജയിക്കുകയും അവർ മദ്രാസ് പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് മദ്രാസ് ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു കൊടുക്കുകയും അമേരിക്കയിലെ ലൂയിസ്ബർഗ് എന്ന സ്ഥലം ഫ്രഞ്ചുകാർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതായത് ഇവിടെ യുദ്ധം നടക്കുമ്പം അതായത് ഫ്രഞ്ചും ബ്രിട്ടീഷുകാരും തമ്മിൽ ആജന്മ ശത്രുക്കളാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കർണാട്ടിക് യുദ്ധം നടന്നു. അപ്പോൾ ആദ്യത്തെ മെയിൻ റീസൺ നമ്മൾ പറഞ്ഞു, അൻവർ ഉദ്ദീൻ ഷാ എന്ന് പറഞ്ഞ ആൾ ബ്രിട്ടീഷുകാരുടെ സഹായത്താൽ ഫ്രഞ്ചുകാർക്കെതിരെ നടത്തിയ യുദ്ധമാണ്. പക്ഷെ അതിൽ ഫ്രഞ്ചുകാർ ജയിക്കുകയും മദ്രാസ് പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ അവിടെ അതായത് നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഒരു ഉടമ്പടി ഒത്തുകയും അതിൻ്റെ ഫലമായിട്ട് അമേരിക്കയിലെ ലൂയിസ്ബർഗ് എന്ന പ്രദേശം ബ്രിട്ടീഷിന് അണ്ടറിലുണ്ടായിരുന്ന ലൂയിസ്ബർഗ് എന്ന പ്രദേശം ഫ്രഞ്ചിന് കൊടുക്കുകയും ഫ്രഞ്ചിൻ്റെ കയ്യിൽ നിന്ന് മദ്രാസ് പിടിച്ചെടുക്കുകയും ചെയ്തു. അതായിരുന്നു ഫസ്റ്റ് കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഒരു ഫലം. ഇനി ഈ ഫസ്റ്റ് കർണാട്ടിക് യുദ്ധത്തെ ബാറ്റിൽ ഓഫ് സെൻറ്റ് തോമസ് അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് മദ്രാസ് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ബാറ്റിൽ ഓഫ് സെൻറ്റ് തോമസ് അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് മദ്രാസ് എന്നറിയപ്പെടുന്ന ഏത് കർണാട്ടിക് യുദ്ധം എന്ന് വെച്ചാൽ ഫസ്റ്റ് കർണാട്ടിക് യുദ്ധമാണ്. കാരണം പറഞ്ഞല്ലോ മദ്രാസൊക്കെ പിടിച്ചെടുത്ത സംഭവമുണ്ട്. ഇനി സെക്കൻഡ് കർണാട്ടിക് യുദ്ധത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കർണാട്ടിക് യുദ്ധത്തിലാണ് റോബർട്ട് ക്ലൈവ് പങ്കെടുത്ത യുദ്ധം ചോദിച്ചാൽ അത് സെക്കൻഡ് കർണാട്ടിക് യുദ്ധമാണ്. റോബർട്ട് ക്ലൈവ് പങ്കെടുത്ത യുദ്ധമാണ്. ഇനി ഇതിലും നമ്മുടെ ഫ്രഞ്ച് സൈന്യമാണ് വിജയിക്കുന്നത് കേട്ടോ. ഫ്രഞ്ചുകാർ തന്നെയാണ് ഇതിലും വിജയിക്കുന്നത്. ഹൈദരാബാദ് കർണാടക പ്രദേശത്തെ അധികാര തർക്കമായിരുന്നു ഇതിൻ്റെ മെയിൻ റീസൺ ആയിട്ട് പറയുന്നത്. സെക്കൻഡ് കർണാട്ടിക് യുദ്ധം ഉണ്ടാകാനുള്ള മെയിൻ റീസൺ ഹൈദരാബാദ് കർണാടക പ്രദേശത്തെ തർക്കമായിരുന്നു. ഇത് അവസാനിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് പാണ്ടിച്ചേരി ഉടമ്പടിയിലൂടെയാണ് പിന്നീട് ഇത് അവസാനിക്കുന്നത്. ഇനി മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ മെയിൻ റീസൺ ആണ് സപ്തവത്സര യുദ്ധം. 1756 മുതൽ 63 വരെ അവിടെ നടന്ന സപ്തവത്സര യുദ്ധമാണ് ഇവിടെ മൂന്നാം കർണാട്ടിക് യുദ്ധം ഉണ്ടാകാനുള്ള മെയിൻ റീസൺ. ഇവിടെയാണ് ബാറ്റിൽ ഓഫ് വാൻഡിവാഷ് ഒക്കെ ഉണ്ടായി. അതിനുശേഷം അവരെന്ത് ചെയ്തു, നമ്മുടെ ഐറി കോട്ടി ബ്രിട്ടീഷിൻ്റെ സേനാധിപനായ ഐറി കോട്ടിയും പിന്നെ നമ്മുടെ കൗണ്ട് ഡി ലാലയൊക്കെ ചേർന്നിട്ട് യുദ്ധം ഉണ്ടായി. അവിടെ ഫ്രഞ്ചുകാർ തോൽക്കുകയും അവസാനം നമ്മുടെ 1954 ജൂലൈ 16 ഫ്രഞ്ചുകാർ ഇന്ത്യ വിടുകയൊക്കെയാണ് ചെയ്തത്. ഇതിൽ മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട ഉടമ്പടി ചോദിച്ചാൽ പാരീസ് ഉടമ്പടിയാണ്. ഈ പാരീസ് ഉടമ്പടിയിൽ സെക്കൻഡ് കർണാട്ടിക് യുദ്ധത്തിൽ പോണ്ടിച്ചേരി പിടിച്ചെടുത്തു എന്ന് പറഞ്ഞല്ലോ. പോണ്ടിച്ചേരി ഉടമ്പടി ഉണ്ടായിരുന്നു. പോണ്ടിച്ചേരി പിടിച്ചെടുത്തിരുന്നു. അതിൽ ഈ തേർഡ് കർണാട്ടിക് യുദ്ധത്തിലെ പാരീസ് ഉടമ്പടിയോട് കൂടിയിട്ട് ഈ പോണ്ടിച്ചേരി എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് തിരികെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പോണ്ടിച്ചേരി തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, സംസ്ഥാന രൂപീകരണ വേളയിൽ ബോംബെ, മദ്രാസ്, ഹൈദരാബാദ്, കൂർഗ് എന്നിവിടങ്ങളിലെ കന്നഡ സംസാരിക്കുന്ന പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്ത് മൈസൂർ സംസ്ഥാനം രൂപീകരിച്ചു. ഈ സംസ്ഥാനത്തിന് കർണാടകം എന്ന് നാമകരണം ചെയ്യപ്പെട്ട വർഷം എന്നാണെന്ന്. കർണാടകം എന്ന് നാമകരണം ചെയ്യപ്പെട്ട വർഷം ചോദിച്ചാൽ അത് 1973 കേട്ടോ. 73 അങ്ങനെ നാമകരണം ചെയ്തത്. കർണാടക സംസ്ഥാനം രൂപീകൃതമായ വർഷം ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ് കർണാടകം. അപ്പോൾ 1956 നവംബർ 1 കർണാടക രൂപീകരിച്ചത്. ഇനി ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അതെന്താണ്? അത് കർണാടകയാണ്. ഇനി കർണാടക ടൂറിസത്തിൻ്റെ പരസ്യവാചകമാണ് ഒരു സംസ്ഥാനം പല ലോകങ്ങൾ.
കേരളത്തെ കൂടാതെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് ഏത്? കർണാടക കേട്ടോ. കേരളത്തെ കൂടാതെ ജന്മദിനം ആഘോഷിക്കുന്ന കർണാടകയാണ്. ഇനി കർണാടക മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് അനുഗ്രഹ എന്നാണ്. അനുഗ്രഹ. കന്നഡ ഭാഷയെക്കുറിച്ച് തെളിവ് ലഭിക്കുന്ന ഏറ്റവും പഴയ ശാസനമാണ് ഹാൽമിഡി ശാസനം. കർണാടകത്തിലെ ഏറ്റവും ചെറിയ ജില്ല കുടകാണ്. കർണാടകത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണെങ്കിൽ അതാണ് നമ്മുടെ മൈസൂർ. ഓക്കെ, ഞാൻ ക്ലാസ്സിന് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞ പിന്നെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ പറഞ്ഞ മണ്ടത്തരം മനസ്സിലായത്. ഈ ബ്രിട്ടീഷ് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രി തന്നെയാണ്. പക്ഷെ അവർ എന്തായിരുന്നു, യൂറോപ്യൻ യൂണിയനിൽ നിന്നാണ് എക്സിറ്റ് ആയത് കേട്ടോ. ബ്രെക്സിറ്റ് ഉടമ്പടി, അതിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എക്സിറ്റായി. പക്ഷേ ബ്രിട്ടൻ എന്ത് തന്നെയാണ്, ഒരു യൂറോപ്യൻ കൺട്രി തന്നെയാണ് കേട്ടോ. അപ്പം ഓക്കെ, അത് തന്നെയാണ്, യൂറോപ്യൻ കൺട്രി തന്നെയാണ്. പക്ഷേ ആദ്യം വന്ന യൂറോപ്യൻ പോർച്ചുഗീസുകാരും ഏറ്റവും അവസാനം പോയ യൂറോപ്യൻ ആര് തന്നെയാണ്, പോർച്ചുഗീസുകാർ തന്നെയാണ് കേട്ടോ. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ബോംബെ ക്രോണിക്കൽ എന്ന പത്രസ്ഥാപകൻ ആരാണെന്ന്. ബോംബെ ക്രോണിക്കൽ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന്. ആരാണ് ബോംബെ ക്രോണിക്കലിൻ്റെ സ്ഥാപകൻ? ഫിറോസ് ഷാ മേത്തയാണ് കേട്ടോ. ഫിറോസ് ഷാ മേത്തയാണ് ബോംബെ ക്രോണിക്കലിൻ്റെ സ്ഥാപകനായിട്ട് വരുന്നത്. ഈ ഫിറോസ് ഷാ മേത്തയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഏത് സംസ്ഥാനക്കാരാണ് ഫിറോസ് ഷാ മേത്ത? ബോംബെ ആണ് കേട്ടോ. ഫിറോസ് ഷാ മേത്ത ബോംബെ ആണ്. അതുപോലെ ഫിറോസ് ഷാ മേത്ത മിതവാദിയാണോ അതോ തീവ്രവാദി ഇതിൽ വരുന്നതാണോ? ഫിറോസ് ഷാ മേത്ത ഏതാണ്? മിതവാദികളുടെ ഇതിൽ വരുന്നതാണ് കേട്ടോ. മിതവാദികളുടെ ഇതിലാണ് ഫിറോസ് ഷാ മേത്ത വരുന്നത്. ഈ ബോംബെ ക്രോണിക്കൽ പ്രസിദ്ധീകരിച്ച ഭാഷ ചോദിച്ചാലോ? ബോംബെ ക്രോണിക്കൽ പ്രസിദ്ധീകരിച്ച ഭാഷയാണ് ഏത്? ഇംഗ്ലീഷാണ് കേട്ടോ. ഒരു ഇംഗ്ലീഷ് പത്രമായിരുന്നു ബോംബെ ക്രോണിക്കൽ. 1872 ബോംബെ മുനിസിപ്പൽ ആക്ടിൻ്റെ രൂപരേഖ തയ്യാറാക്കുകയും അക്കാരണത്താൽ ബോംബെ മുനിസിപ്പാലിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുകയും ചെയ്തത് ഫിറോസ് ഷാ മേത്തയാണ് കേട്ടോ. അപ്പോൾ 1872 ബോംബെ മുനിസിപ്പൽ ആക്ടിൻ്റെ രൂപരേഖ തയ്യാറാക്കുകയും ആ കാരണത്താൽ ബോംബെ മുനിസിപ്പാലിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ഫിറോസ് ഷാ മേത്തയാണ്. ഇനി ബോംബെയുടെ സിംഹം, ബോംബെയുടെ കിരീടം വെക്കാത്ത രാജാവ്, ബോംബെ ഹൈക്കോടതിയിലെ ഗർജിക്കുന്ന സിംഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നതും ഫിറോസ് ഷാ മേത്തനെയാണ്. ഓക്കെ, ജന്മസ്ഥലം നമ്മൾ ബോംബെ എന്ന് പറഞ്ഞു. പിതാവൊന്നും ഓക്കെ, അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഇനി 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തു കേട്ടോ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. 1885 KT തലാങ്ങുമൊത്ത് ഫിറോസ് ഷാ മേത്ത സ്ഥാപിച്ച സംഘടന ചോദിച്ചാൽ അത് ബോംബെ പ്രസിഡൻസി അസോസിയേഷനാണ്. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആരെ സ്ഥാപിച്ചത്? നമ്മുടെ ഈ ഫിറോസ് ഷാ മേത്തയാണ്. 1885 കേട്ടോ. അതായത് നമ്മുടെ INC ഫോം ചെയ്ത വർഷം. 1885 ആരുടെ കൂടെയാണ്? KT തലാങ്ങിൻ്റെ കൂടെയായിരുന്നു. 1890 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. അപ്പോൾ ഏത് INCൻ്റെ അധ്യക്ഷനായിരുന്നു? 1890 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ഫിറോസ് ഷാ മേത്ത. ഇനി ഈ ബോംബെ ക്രോണിക്കൽ വന്ന വർഷം കൂടെ നോക്കിക്കോ. 1910 ബോംബെ ക്രോണിക്കൽ വന്ന വർഷമാണ് 1910. ഫിറോസ് ഷാ മേത്ത മുൻകൈയെടുത്ത് സ്ഥാപിച്ച ബാങ്കാണ് ഏത്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കേട്ടോ. ഫിറോസ് ഷാ മേത്ത മുൻകൈയെടുത്ത് സ്ഥാപിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചതിന് മുൻകൈയെടുത്തത് ആരാണ്? അത് ലാലാ ലജ്പത് റായാണ്. ഫിറോസ് ഷാ മേത്ത ആണെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഫിറോസ് ഷാ മേത്തയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് കേട്ടോ. ഫിറോസ് ഷാ മേത്തയുടെ പ്രതിമയാണെങ്കിൽ അത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 1640 മുതൽ 20 വർഷക്കാലം ലോങ് പാർലമെൻറ്റ് നിലനിന്ന രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1640 മുതൽ 20 വർഷക്കാലം എന്ന് പറയുമ്പോൾ 1660 വരെ ലോങ് പാർലമെൻറ്റ് നിലനിന്ന രാജ്യമാണ് ഏത്? ഇംഗ്ലണ്ടാണ് കേട്ടോ. ഇംഗ്ലണ്ടിലാണ്. നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണിത്. നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമൊക്കെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക, അല്ലെങ്കിൽ ഗൈഡ് വെച്ച് നോക്കുക. അപ്പോൾ ലോങ് പാർലമെൻറ്റ് 1640 മുതൽ 1660 വരെയായിരുന്നു. അതിൽ തന്നെ നമ്മുടെ ലോങ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടിയത്, അല്ലെങ്കിൽ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടി ലോങ് പാർലമെൻറ്റിന് സാഹചര്യം ഒരുക്കി കൊടുത്ത ഏത് രാജാവെന്ന് ചോദിച്ചാൽ ഏത് രാജാവാണ്? ചാൾസ് ഒന്നാമനാണ് കേട്ടോ. ആ ചാൾസിൻ്റെ വാല് കൃത്യമായി പഠിക്കണം, കാരണം 1, 2 ഒക്കെ തരും. അപ്പോൾ ചാൾസ് ഒന്നാമനാണ് ലോങ് പാർലമെൻറ്റ് വിളിച്ചു ചേർത്തത്. ഇനി ലോങ് പാർലമെൻറ്റിൽ തന്നെ കുറച്ച് 2-3-4 വർഷം കഴിഞ്ഞപ്പം 1649 മുതൽ 1648 മുതൽ 1659 വരെ കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നുണ്ട്. ഈ ലോങ് പാർലമെൻറ്റിൻ്റെ അധികാരം പിടിച്ചെടുത്ത നമ്മുടെ ഒലിവർ ക്രോംവെല്ലിൻ്റെ കാലഘട്ടമാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ റം പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നതും ഇതിനെ തന്നെയാണ്. കാരണം ഒലിവർ ക്രോംവെൽ അധികാരത്തിൽ വന്നതിന് കഴിഞ്ഞിട്ട്
ഒലിവർ ക്രോംവെലിന് ഇഷ്ടമുള്ളവരെ മാത്രം പാർലമെൻറ്റിൽ നിലനിർത്തി ബാക്കിയുള്ളവരെ പുറത്താക്കി. അതുകൊണ്ട് തന്നെ അതിനെ അവശിഷ്ട പാർലമെൻറ്റ് അല്ലെങ്കിൽ റം പാർലമെൻറ്റ് എന്ന് വിളിക്കുന്നു. അതുപോലെ ഇങ്ങനെ പുറത്താക്കപ്പെടുന്ന ഈ ഒരു സംഭവത്തിനെ വിളിക്കുന്നതാണ് പ്രൈഡ് പർജ് കേട്ടോ. പ്രൈഡ് പർജ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രൈഡ് പർജ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയ ഒരു സംഭവമാണ് ഈ പ്രൈഡ് പർജ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് പ്രൈഡ് പർജ്. ഓക്കെ, അത് അനുസരിച്ചാണ് ഇവർ പുറത്ത്. ഇനി ഒലിവർ ക്രോംവെൽ ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്തു? വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്തത് കേട്ടോ. കാരണം ചാൾസ് ഒന്നാമന് പാർലമെൻറ്റ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒലിവർ ക്രോംവെലിൻ്റെ ഭരണം എങ്ങനെയായിരുന്നു? സ്വേച്ഛാധിപത്യമായ ഭരണം തന്നെയായിരുന്നു ഒലിവർ ക്രോംവെലും കാഴ്ചവെച്ചത്. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ലോങ് പാർലമെൻറ്റ് വിളിച്ചു ചേർത്തത് ചാൾസ് ഒന്നാമൻ? അത് 1640 സ്കോട്ട്ലാൻഡ് യുദ്ധമുണ്ടായി. അങ്ങനെ നികുതി ആവശ്യം വന്നു. നികുതി പിരിച്ച് അവർക്ക് പണം ആവശ്യം വന്നപ്പോൾ നികുതി ഏർപ്പെടുത്തേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ പാർലമെൻറ്റിനെ വിളിച്ചു ചേർക്കുകയാണ് ചെയ്തത്. ഇനി ഏത് വർഷമാണ് നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നതെന്ന് ചോദിച്ചാൽ 1688 കേട്ടോ. 1688 മഹത്തായ വിപ്ലവം നടന്നു. ആ ടൈമിലെ രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജെയിംസ് രണ്ടാമനാണ്. ആ ടൈമിൽ ജെയിംസ് രണ്ടാമനാണ്. ഇനി ജെയിംസ് രണ്ടാമനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് നമ്മുടെ ഫ്രാൻസിലേക്ക് നാട് കടത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു തുള്ളി ചോര പോലും ചീന്താത്ത ഒരു വിപ്ലവം എന്നൊക്കെ അറിയപ്പെടാൻ കാരണം. അങ്ങനെ വധിക്കുകയൊന്നും ചെയ്തില്ല, നാട് കടത്തു, ഫ്രാൻസിലേക്ക് നാട് കടത്തുകയാണ് ചെയ്തത്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ജെയിംസ് രണ്ടാമൻ്റെ മകളായ മേരി രണ്ടാമനെയും അതുപോലെ ഭർത്താവായ ഓറഞ്ചിലെ രാജാവായ വില്യം മൂന്നാമനെയും അവിടെ രാജാവായിട്ട് അവരോധിക്കുകയാണ് നമ്മുടെ പാർലമെൻറ്റ് ചെയ്തത്. അതിനുശേഷം അവരൊരു ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു നിയമസംഹിതയിലൊക്കെ ഒപ്പിടുന്നുണ്ട്. അത് ഏത് വർഷമാണ്? 1689 കേട്ടോ. ഇതൊക്കെ അപ്പുറത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 1689 അവർ ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പിടുന്നത്. അതിനുശേഷമാണ് കുറച്ച് അധികാരങ്ങളൊക്കെ നമ്മുടെ പാർലമെൻറ്റിനൊക്കെ കിട്ടുന്നത് ഈ ബിൽ ഓഫ് റൈറ്റ്സിലൂടെയാണ്. അപ്പോൾ ഈ രാജാവ് എന്നുള്ളൊരു സ്ഥാനം വെറും നാമമാത്രമാക്കി മാറ്റിയത് ഈ ബിൽ ഓഫ് റൈറ്റ്സിലൂടെയാണ്. ഇനി അതിന് മുന്നേ ഒരു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഉണ്ടല്ലേ, അത് ഏത് വർഷമാണ്? 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പിടുന്നത്. ഇതിൽ ഒപ്പിടുന്ന രാജാവ് അത് ചാൾസ് ഒന്നാമനാണല്ലോ. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ 1628 ഒപ്പിടുന്നുണ്ടെങ്കിലും ഈ പാർലമെൻറ്റും ചാൾസ് ഒന്നാമൻ തമ്മിലാണ് ഒപ്പിട്ടതെങ്കിലും പാർലമെൻറ്റും ചാൾസ് ഒന്നാമൻ തമ്മിൽ എന്തൊക്കെ തർക്കങ്ങളുണ്ടായി 1629 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒക്കെ ഭേദിക്കുകയാണ് ഈ ചാൾസ് ഒന്നാമൻ ചെയ്യുന്നത്. പിന്നീടാണ് സ്കോട്ട്ലാൻഡ് യുദ്ധവും നിയന്ത്രണ പാർലമെൻറ്റൊക്കെ വരുന്നത്. ഇനി ഏത് ടൈമിലാണ് നമ്മുടെ ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നതെന്ന് ചോദിച്ചാൽ ഏത് ടൈമിലല്ല, ഏത് രാജവംശത്തിൻ്റെ ടൈമിലാണെന്ന് ചോദിച്ചാൽ സ്റ്റുവർട്ട് രാജവംശത്തിൻ്റെ ടൈമിലാണ്. സ്റ്റുവർട്ട് രാജവംശ ടൈമിലാണ് ഇതൊക്കെ നടന്നത്. ഇനി സ്റ്റുവർട്ട് രാജവംശത്തിൻ്റെ തൊട്ട് മുന്നുള്ള രാജവംശം ജസ്റ്റ് നോക്കിക്കോ, ട്യൂഡർ രാജവംശമാണ്. ട്യൂഡർ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ചോദിച്ചാൽ അത് ഹെൻറി ഏഴാമനാണ് കേട്ടോ. ട്യൂഡർ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ചോദിച്ചാൽ ഹെൻറി ഏഴാമനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, COVID-19 വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി ഡൽഹി സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതാണ്? COVID-19 വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി ഡൽഹി സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഏത്? ഓപ്പറേഷൻ ഷീൽഡ് കേട്ടോ. ഡൽഹി സർക്കാരിനാണ് ഓപ്പറേഷൻ ഷീൽഡ്. 2021 സി ആണെങ്കിലും ജസ്റ്റ് നോക്കി വെച്ചോ. കോവിഡൊക്കെ ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം കറൻ്റ്ലി ഉള്ള കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ നോക്കണം, പണ്ടുള്ളതും നോക്കി വെക്കുക. കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് കുറേ മാക്സിമം ഒരു 90% കവർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കോവിഡ് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മാക്സിമം കവർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡൽഹി സർക്കാർ ആരംഭിച്ച ദൗത്യം ചോദിച്ചാൽ ഓപ്പറേഷൻ ഷീൽഡാണ്. ഇനി അടുത്തത് 2025 ആകുമ്പോഴേക്കും ക്ഷയരോഗ നിവാരണത്തിനായി കേന്ദ്ര ഗവൺമെൻറ് അടുത്തിടെ ആരംഭിച്ച ക്യാമ്പയിൻ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് കുറച്ച് പദ്ധതിയാണ്. 2025 ആകുമ്പോഴേക്കും ക്ഷയരോഗ നിവാരണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ക്യാമ്പയിൻ ചോദിച്ചാൽ പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാനാണ് കേട്ടോ. അതായത് നമ്മുടെ UN ആണെങ്കിൽ 2030 TBനെ തുരത്താൻ വേണ്ടിയിട്ടാണ് അവർ ലക്ഷ്യമിട്ടേക്കുന്നത്. നമ്മൾ ഇന്ത്യ ആണെങ്കിൽ 2025 അപ്പോൾ അതിനുവേണ്ടി ആരംഭിച്ച ക്യാമ്പയിനാണ് പ്രധാനമന്ത്രി TB മുക്ത് അഭിയാനാണ്. TB മുക്ത് അഭിയാൻ എന്നാണ് അതിൻ്റെ പേര്. ഇനി ക്ഷയരോഗ നിവാരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പോർട്ടലാണ് നിക്ഷയ് പോർട്ടൽ കേട്ടോ. നിക്ഷയ് പോർട്ടൽ അല്ലെങ്കിൽ നിക്ഷയ് മിത്രയാണ്. നവജാത ശിശുക്കൾക്ക് വേഗത്തിൽ ചികിത്സ ലഭ്യമാക്കുന്നതിനായി കേരള ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണെങ്കിൽ നവജാത ശിശുക്കളല്ലേ, അപ്പോൾ അത് നിയോ ക്രാഡിലാണ് കേട്ടോ. ആ ഒരു ആട്ടുതൊട്ടിലില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. നിയോ കാർഡിലാണ്. ഇനി 2030 ആകുമ്പോഴേക്കും ക്ഷയരോഗ നിവാരണം ചെയ്യാനാണ് നമ്മുടെ UN സംഘടന ലക്ഷ്യമിട്ടിരിക്കുന്നത്.
പൊതുജനങ്ങളെ ആണവവിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വി സേഫ് ടണൽ ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന എന്ന്. വി ആണ് കേട്ടോ, ക്യാപിറ്റൽ ലെറ്റർ വി സേഫ് ടണൽ ആരംഭിച്ച തെലങ്കാനയാണ്. ഇനി COVID-19 പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന ഡ്രോണിൻ്റെ അംഗീകാരം വേഗത്തിലാക്കുന്നതിനായി ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ ആരംഭിച്ച പോർട്ടൽ ചോദിച്ചാൽ അത് ഗരുഡ. ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ ആരംഭിച്ച പോർട്ടലാണ് ഗരുഡ കേട്ടോ, ഗരുഡ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നേപ്പാളുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം, അതിൻ്റെ ആൻസർ എന്താണ്? ജാർഖണ്ഡ് ആണ് കേട്ടോ. നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം, ഉത്തരാഖണ്ഡല്ല, ജാർഖണ്ഡ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് നമുക്കൊരു ഭാഗത്തുനിന്ന് പിടിക്കാം. ഏതൊക്കെയുണ്ട്? നമ്മുടെ ഉത്തരാഖണ്ഡ് ഉണ്ട്, അതായത് നേപ്പാളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഉത്തരാഖണ്ഡ് ഉണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ UP ഉണ്ട്. UP കഴിഞ്ഞിട്ട് നമ്മുടെ ബീഹാർ ഉണ്ട്. ബീഹാർ കഴിഞ്ഞാൽ ഇവിടെ സിക്കിം ഉണ്ട്. പിന്നെ വെസ്റ്റ് ബംഗാളും നേപ്പാളായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്, ഒന്ന് അരുണാചൽ പ്രദേശ് ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്, മണിപ്പൂർ ഉണ്ട്, മിസോറം ഉണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അരുണാചൽ പ്രദേശും നാഗാലാൻഡും മണിപ്പൂരും മിസോറമാണ് അരുണാചൽ പ്രദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നതാണെങ്കിലോ, ബംഗ്ലാദേശുമായിട്ട് അത് വെസ്റ്റ് ബംഗാൾ ഉണ്ട്. ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നതാണ് വെസ്റ്റ് ബംഗാൾ. ഇനിയും വെസ്റ്റ് ബംഗാളിന് ശേഷം ആസാം ഉണ്ട്. വെസ്റ്റ് ബംഗാൾ, ആസാം ഉണ്ട്, മേഘാലയ ഉണ്ട്, ത്രിപുര ഉണ്ട്, മിസോറം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ആസാം ഉണ്ട്, മേഘാലയ ഉണ്ട്, ത്രിപുര ഉണ്ട്, മിസോറം ഉണ്ട്. ഇനി ഭൂട്ടാനുമായിട്ടാണെങ്കിലോ, ഭൂട്ടാനുമായിട്ട് ആരൊക്കെ അതിർത്തി പങ്കിടും? അത് നമ്മുടെ സിക്കിം ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, അസം ഉണ്ട്, അരുണാചൽ പ്രദേശ് ഉണ്ട്. സിക്കിമും വെസ്റ്റ് ബംഗാളും അസമും അരുണാചൽ പ്രദേശുമാണ് ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. നമ്മുടെ ചൈനയായിട്ടാണെങ്കിലോ, ചൈന അല്ലെങ്കിൽ ടിബറ്റുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏതൊക്കെയാണ്? സംസ്ഥാനം ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പിന്നെ സിക്കിം ഉണ്ട്, അരുണാചൽ പ്രദേശ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശാണ് നമ്മുടെ ചൈന അല്ലെങ്കിൽ ടിബറ്റുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഇനി യൂണിയൻ ടെറിട്ടറിയിൽ നമ്മുടെ ലഡാക്കും വരും. ലഡാക്ക് എന്ന് പറഞ്ഞ യൂണിയൻ ടെറിട്ടറി ഏതുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്? ചൈനയായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ലെങ്ത് വൈസ് ബൗണ്ടറി കവർ ചെയ്യുന്ന കൺട്രി ചോദിച്ചാൽ ബംഗ്ലാദേശാണ് കേട്ടോ. 4096.7 കിലോമീറ്ററാണ് ബംഗ്ലാദേശ് കവർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ലെങ്ത് കവർ ചെയ്യുന്നതാണ്. ഇനി അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലെങ്ത് കവർ ചെയ്യുന്നതാണെങ്കിലോ, അത് നമ്മുടെ ചൈനയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ ചൈന വരും, അത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ വരും, അത് കഴിഞ്ഞാൽ നേപ്പാൾ വരും, അതിനുശേഷമാണ് മ്യാൻമാർ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശ്, പിന്നെ നമ്മുടെ ചൈന, പിന്നെ പാകിസ്ഥാനാണ് വരുന്നത്. ഏറ്റവും കുറവാണെങ്കിലോ അത് അഫ്ഗാനിസ്ഥാനാണ്. ഏറ്റവും കുറവ് കവർ ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കുപ്പം നദി താഴെ പറയുന്നവയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ഒഴുകുന്നത്? കുപ്പം നദി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? കേരളം, കർണാടക കേട്ടോ. കേരളം കർണാടകയിലൂടെയാണ് കുപ്പം നദി ഒഴുകുന്നത്. കർണാടകത്തിലെ പാടി നെൽക്കാവ് റിസർവ് വനത്തിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് കുപ്പം. അപ്പോൾ നമ്മുടെ കേരള കർണാടക ബോർഡറിൽ ഉത്ഭവിക്കുന്ന നദിയാണ് കുപ്പം. അതിൻ്റെ മേജർ പോർഷൻസും കേരളത്തിലൂടെയാണ് ഒഴുകുന്നത്, അതിനുശേഷം അറബിക്കടലിൽ പതിക്കുന്നു. കണ്ടമംഗലം പുഴ, പഴയങ്ങാടി പുഴ, കിള്ള നദി എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്ന കുപ്പം പുഴയാണ് കേട്ടോ. മെയിൻലി കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്നതാണ് കുപ്പം നദി. അപ്പം കണ്ടമംഗലം പുഴ, അതുപോലെ പഴയങ്ങാടിപ്പുഴ, കിള്ള നദി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? കുപ്പം പുഴയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തുല്യ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയെ വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. തുല്യ അന്തരീക്ഷ മർദ്ദമാണെങ്കിൽ അതെന്താണ്? ഐസോ ബാറാണ് കേട്ടോ. തുല്യ അന്തരീക്ഷ മർദ്ദം ആണെങ്കിൽ ഐസോ ബാറാണ്. ഈ ബാരോമീറ്റർ അല്ലെങ്കിൽ ബാർ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് ഒക്കെ എന്താണ്? ATM, ബാർ, അതൊക്കെ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. അപ്പോൾ അത് ഐസോ ബാറാണ്. ഇനി സൂര്യപ്രകാശത്തിൻ്റെ തുല്യ ദൈർഘ്യമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണെങ്കിലോ അത് ഐസോ ഹെല്ലാണ് കേട്ടോ. ഐസോ ഹെല്ലാണ്. നമ്മുടെ സൂര്യനിലൊക്കെ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഭയങ്കര ചൂടുള്ള അല്ലെങ്കിൽ തീ പോലെ എന്താ പറയുക,
തീച്ചൂള പോലെ അത്രയും ചൂടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഹെല്ല് നരകം എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുക കേട്ടോ. സൂര്യപ്രകാശത്തിന് തുല്യ ദൈർഘ്യമുള്ള സ്ഥലങ്ങളെ തമ്മിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോ ഹെല്ല്. ഇനി സമുദ്രനിരപ്പിൽ നിന്നും ഒരേ താഴ്ചയുള്ള ഗർത്തങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെങ്കിലോ അത് ഐസോ ബാത്താണ് കേട്ടോ. ഐസോ ബാത്ത് ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്നും ഒരേ താഴ്ചയുള്ള ഗർത്തങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഐസോ ബാത്ത് എന്ന് വിളിക്കുന്നത്. ബാത്ത്. ഇനിയും എന്താണ് ഐസോനെഫ്? ആ നെഫോളജി എന്നുള്ള സ്റ്റഡി ഏതിൻ്റെയാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഐസോനെഫ് കിട്ടും. ഒരേ അളവിലെ മേഘപാളികളുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഐസോനെഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത താഴെ പറയുന്നവയിൽ ഡ്രംലിനുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന്? ഡ്രംലിനുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നദികളുടെ അടിത്തട്ടിലെ പാറക്കെട്ടുകൾ, കാറ്റിൻ്റെ ഫലമായി രൂപപ്പെട്ട മണൽക്കൂനകൾ, നദീതീരത്തെ എക്കൽ നിക്ഷേപം, ഹിമാനികളുടെ നിക്ഷേപത്തിൽ രൂപീകൃതമാകുന്ന കുന്നുകൾ. ഇതിലേതാണ് ആൻസർ? ഹിമാനികളുടെ നിക്ഷേപത്താൽ രൂപീകൃതമാകുന്ന കുന്നുകളെയാണ് നമ്മൾ ഡ്രംലീനുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഹിമാനികളുടെ നിക്ഷേപത്താൽ രൂപപ്പെടുന്ന കുന്നുകളാണ് ഈ ഡ്രംലീനുകൾ എന്ന് അറിയപ്പെടുന്നത്. മഞ്ഞുമൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്ന ഭീമാകാരമായ മഞ്ഞുപാളികളെയാണ് നമ്മൾ ഹിമാനികൾ അല്ലെങ്കിൽ ഹിമസംഹതി എന്നൊക്കെ വിളിക്കുന്നത്. ഇനി ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സ് ഹിമാനികൾ തന്നെയാണ്. ഹിമാനികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ ഹിമ താഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന ഭൂരൂപം ഏതാണെന്ന് ചോദിച്ചാലോ, അതായത് നിക്ഷേപണ ഫലമായിട്ട് രൂപപ്പെടുന്ന ഹിമാനികളുടെ നിക്ഷേപ ഫലമായിട്ട് രൂപപ്പെടുന്ന ഭൂരൂപമാണ് മൊറൈനുകൾ കേട്ടോ. അതാണ് മൊറൈനുകൾ. ഈ ഭൂരൂപങ്ങളൊക്കെ പഠിച്ചു വെക്കണം. എന്തിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നതെന്നൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അത് മൊറൈൻസ് ആണ് നിക്ഷേപം, ഹിമാനികളുടെ നിക്ഷേപം മൂലം ഉണ്ടാകുന്നത്. ഇനി ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങളിൽ തേയ്മാനം സംഭവിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ ചാരുകസേരയുടെ രൂപത്തിലുള്ള ഭൂരൂപങ്ങളാണെങ്കിൽ അത് സിർക്കുകളാണ് കേട്ടോ. സിർക്കുകൾ എന്ന് പറയുമ്പോൾ അപ്പോൾ അപരദന പ്രക്രിയ മൂലം ഉണ്ടാകുന്നതാണ് സിർക്കുകൾ. ഹിമാനികളുടെ പ്രവർത്തനപരമായിട്ട് പർവ്വത ഭാഗങ്ങളിൽ തേയ്മാനം സംഭവിച്ച് അല്ലെങ്കിൽ അപരദന പ്രക്രിയയിലൂടെ ഉണ്ടാകുന്നതാണെങ്കിൽ അത് സിർക്കുകളാണ്. ഗ്ലേസിയറുകളുടെ നാട് എന്നറിയപ്പെടുന്നത് അലാസ്ക സ്റ്റേറ്റ് ആണ് കേട്ടോ. അമേരിക്കയിൽ നമ്മുടെ അലാസ്ക ഉണ്ടല്ലോ, ആ അലാസ്ക സ്റ്റേറ്റിനെയാണ് ഗ്ലേസിയറുകളുടെ നാട് എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗ്ലേസിയർ ആണെങ്കിൽ അത് ഇന്ത്യയിലുള്ള നമ്മുടെ സിയാച്ചിൻ ഗ്ലേസിയറാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഗ്ലേസിയർ. ഇനി ഈ സിയാച്ചിൻ ഗ്ലേസിയർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിയാച്ചിൻ ഗ്ലേസിയർ കാരക്കോറം പർവ്വതനിരയിൽ, അതായത് ലഡാക്കിൽ കേട്ടോ. കാരക്കോറം പർവ്വതനിരയിലാണ്, ലഡാക്കിലാണ്. അതേപോലെ തന്നെ അവിടെയുള്ള വേറൊരു ഗ്ലേസിയറാണ് ഏത്? ബാരാലാച്ച എന്ന് പറയുന്നത് അവിടെ ബാരാലാച്ച പാസ് അല്ലേ? ബോർഡേലയും പാസ് തന്നെയാണല്ലേ. ഒരു ബി വെച്ചിട്ടൊരു ഗ്ലേസിയറും കൂടെ ഉണ്ട് കേട്ടോ, നോക്കിയിട്ട് പറയാം. ബാൽത്തോര ഗ്ലേസിയർ കേട്ടോ. ബാൽത്തോര ഗ്ലേസിയറും സിയാച്ചിൻ ഗ്ലേസിയറും ആണ് നമ്മുടെ ലഡാക്കിലുള്ളത്. അതിൽ സിയാച്ചിൻ ഗ്ലേസിയർ നമ്മുടെ കാരക്കോറത്തിലാണ്, ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായ കാരക്കോറത്തിലാണ്. ഓക്കെ. പിന്നെ സിയാച്ചിൻ ഗ്ലേസിയർ എന്ന് ഉത്ഭവിക്കുന്ന നദിയൊക്കെ അറിയാമല്ലോ, അത് നൂബ്രയാണ് സിയാച്ചിൻ ഗ്ലേസിയർ എന്ന് ഉത്ഭവിക്കുന്ന നദി. അത് നമ്മുടെ ഷോക്ക് നദിയുമായിട്ട് പിന്നെ ചേരുകയാണ് ചെയ്യുന്നത്. ഇനി ഹിമാനികളുടെ ആകെ വിസ്തീർണം ഭൂപ്രദേശത്തിൻ്റെ 10%. ഇതിൻ്റെ വ്യാപ്തം 30 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. എല്ലാ ഹിമാനികളും ഉരുകിയാൽ ലോകസമുദ്രത്തിൻ്റെ തോത് 66 മീറ്റർ ഉയരുന്നു കേട്ടോ. അതാണ് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒക്കെ ഫലമായിട്ട് ഹിമാനികളൊക്കെ ഉരുകും, അങ്ങനെ നമ്മുടെ സമുദ്രനിരപ്പിൻ്റെ ഉയരം കൂടും എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പം 66 മീറ്ററോളം ഉയരുമെന്നാണ് പറയുന്നത്. ഇനി കാറ്റിൻ്റെ ഫലമായി രൂപപ്പെടുന്ന മണൽക്കൂനകൾ എവിടെയാണ് കാണപ്പെടുന്നത്? മണൽക്കൂനകൾ അതിനാണ് നമ്മൾ ഡ്യൂൺസ് എന്ന് വിളിക്കുന്നത്. ഡെസേർട്ടിലൊക്കെ കാണപ്പെടുന്നതാണ് കേട്ടോ. അപ്പം മണൽക്കൂനകൾ കാറ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡ്യൂൺസ് ആണ്, നമ്മുടെ ഡെസേർട്ടിലൊക്കെ കാണപ്പെടുന്നതാണ്. നദികളുടെ അടിത്തട്ടിലെ പാറക്കെട്ടുകൾ എന്താ വിളിക്കുന്നത്? നദികളുടെ അടിത്തട്ടിലെ പാറക്കെട്ടുകളല്ല, നമ്മുടെ സിയാച്ചിൻ അല്ല, നമ്മുടെ ശിവാലിക് പർവ്വതത്തിൻ്റെ തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതങ്ങളല്ല, പാറക്കെട്ടുകൾ നിറഞ്ഞിട്ടുള്ള ഭൂപ്രദേശത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ബാബർ കേട്ടോ. അതിനാണ് ബാബർ എന്ന് വിളിക്കുക. അവിടെ ഈ നദികളൊക്കെ അപ്രദേശത്താവും. എന്നിട്ട് ഈ അപ്രദേശിതമായ നദി പിന്നെ പുനർജനിക്കുന്ന അല്ലെങ്കിൽ നദികളൊക്കെ ഒഴുകുന്ന കുറച്ച് പച്ചപ്പൊക്കെയുള്ള സ്ഥലങ്ങളെ നമ്മൾ ടെറായി എന്ന് വിളിക്കും. ഈ നമ്മുടെ ബാബറിൻ്റെ തെക്കായിട്ടാണ് ടെറായി കാണപ്പെടുന്നത്. ഓക്കെ. അപ്പം നദികൾ ഈ കാറ്റിൻ്റെ നിക്ഷേപത്തിന് ഒരു പേര് പറയും ലോയ്സ് കേട്ടോ. ലോയ്സ് നിക്ഷേപങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ അത് കാറ്റിൻ്റെ നിക്ഷേപമാണ് ലോയ്സ് നിക്ഷേപങ്ങൾ. പിന്നെ എക്കൽ നിക്ഷേപം നമുക്കറിയാം, നദീൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് ഈ എക്കൽ നിക്ഷേപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നദീമുഖത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നദീമുഖത്തെ അല്ല, നദീൻ്റെ ആ ഒരു ഘട്ടത്തിനെ 3 ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഘട്ടങ്ങളും ഓരോരോ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഭൂരൂപങ്ങളൊക്കെ ഉണ്ട്. ഇത് കറക്റ്റായിട്ട് നോക്കി വെക്കാം.
ഇനി ഒരു റെയർ ആയിട്ടുള്ളതൂടെ പറയാം. നമ്മുടെ അലൂവിയൽ ഫാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേര് കേട്ടാൽ തന്നെ അറിയാം എന്തിൻ്റെ ബലമായിട്ടായിരിക്കും ഈ ഒരു നിക്ഷേപം ഉണ്ടാകുന്നത്. അലൂവിയൽ ഫാൻ എന്ന് പറയുന്നത് നമ്മുടെ നദിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു നിക്ഷേപമാണ് അലൂവിയൽ ഫാൻ. ഇത് ഏത് ഘട്ടത്തിൽ ഉണ്ടാകുന്ന നിക്ഷേപമാണ് അലൂവിയൽ ഫാൻ? അതായത് നമ്മുടെ മധ്യഘട്ടമാണോ, പൂർവ്വഘട്ടമാണോ? പൂർവ്വഘട്ടമല്ല, സോറി, മധ്യഘട്ടം, പിന്നെന്താ ഒരു ബാക്കി ഘട്ടങ്ങൾ നമ്മുടെ യൗവനഘട്ടം എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും മധ്യഘട്ടമാണ്. മധ്യഘട്ടത്തിൽ ഉണ്ടാവുന്ന ഭൂരൂപമാണ് ഈ അലൂവിയൽ ഫാൻ എന്ന് പറയുന്നത്. അലൂവിയൽ ഫാൻ എന്നറിയപ്പെടുന്ന മധ്യഘട്ടത്തിൽ ഫോം ചെയ്യുന്നതാണ്. ഓക്കെ, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വന്നതല്ലേ, നമുക്കിത് വിട്ട് കളയണ്ട. നമുക്കിതിൻ്റെ SCERT പോയിന്റുകളൊന്ന് നോക്കിയേക്കാം. ഓക്കെ, നമ്മുടെ ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശം അറിയപ്പെടുന്ന പേരെന്താ? നദി ഉത്ഭവിക്കുന്ന പ്രദേശമാണ്. ഏതാണത്? പ്രഭവസ്ഥാനം അല്ലെങ്കിൽ സോഴ്സ് എന്നറിയപ്പെടും. ഒരു നദി കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലേക്കോ പതിക്കുന്ന ഇടം അറിയപ്പെടുന്നതോ അത് നദീമുഖമാണ് കേട്ടോ. മൗത്ത് അല്ലെങ്കിൽ അതിനെ നദീമുഖം എന്നറിയപ്പെടുന്നുണ്ട്. ഇനി നമ്മുടെ നദീനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. ഇങ്ങനെയാണ് നമ്മുടെ SCERT കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു വട്ടം എക്സാമിന് എന്ത് ചോദിച്ചു? യൗവനഘട്ടം, മധ്യഘട്ടം, വാർദ്ധക്യഘട്ടം ഇങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ യൗവനഘട്ടമാണ് ഉപരിഘട്ടം എന്ന് പറയുന്നത്. പിന്നെ മധ്യഘട്ടമുണ്ട്, പിന്നെ നമ്മുടെ വാർദ്ധക്യഘട്ടം, കീഴ്ഘട്ടമുണ്ട്. ഓക്കെ, അതിൽ നദിയുടെ ഉത്ഭവ പ്രദേശമാണ് നമ്മുടെ ഉപരിഘട്ടം എന്ന് പറയുന്നത്. കുത്തനെയുള്ള ചരിവിലൂടെ നദി ഒഴുകുന്ന ഘട്ടമാണ് ഉപരിഘട്ടം എന്ന് പറയുമ്പോൾ. എങ്ങനെയായിരിക്കും? മുകളിൽ നിന്ന് വരുന്നതെന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയാണല്ലോ, പർവ്വതത്തിന് മുകളിൽ നിന്ന് വരുന്നതായതുകൊണ്ട് തന്നെ കുത്തനെയുള്ള ചരിവിൽ നിന്നും നദി ഒഴുകുന്നുണ്ട്. ശക്തമായ അപരദന തീവ്രത നടക്കുന്നുണ്ട്. കാരണം അത്രയും ഫോഴ്സിലാണ് അവർ അവിടെ നിന്ന് താഴോട്ട് വരുന്നത്. അപ്പോൾ അപരദന തീവ്രത കൂടുതലാണ് ഇവിടെ. നിക്ഷേപണ പ്രവർത്തനങ്ങളില്ല. കാരണം ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമില്ലല്ലോ. മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിക്ഷേപിക്കാൻ അവർക്കൊരു സ്ഥലമില്ല. താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളുമാണ് ഇവിടുത്തെ ഭൂരൂപങ്ങൾ. അപ്പോൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? താഴ്വരകൾ, വെള്ളച്ചാട്ടം. ഇനി മധ്യഘട്ടത്തിലെ ചരിവെന്ന് പറയുന്നത് താരതമ്യേന കുറഞ്ഞതാണ്. അതുപോലെ മധ്യഘട്ടത്തിൽ നദികളുടെ വേഗത എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അപരദന തീവ്രത എന്ന് പറയുന്നത് ഉപരിഘട്ടത്തെ അപേക്ഷിച്ച് കുറഞ്ഞ തോതിൽ നടക്കുന്നുള്ളൂ. നിക്ഷേപണം എന്ന് പറഞ്ഞ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടം ചോദിക്കും. അത് മധ്യഘട്ടമാണ്. നിക്ഷേപണം ആരംഭിക്കും. പിന്നെ ഇവിടെയുള്ള ഭൂരൂപങ്ങളാണ് മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ, അതുപോലെ അലൂവിയൽ ഫാനും കൂടെ പഠിക്കുക. അത് SCERT ഇല്ലാത്തൊരു പോയിന്റാണ്, പക്ഷേ PYQ ആണ്. മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ, അലൂവിയൽ ഫാൻ, ഇത്രയാണ് മധ്യഘട്ടത്തിലുള്ളത്. ഇനി കീഴ്ഘട്ടം എന്ന് പറയുമ്പോൾ സമതല പ്രദേശത്ത് കൂടെ ഒഴുകുന്നതാണ്. അവസാദങ്ങൾ നദിയിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. നിക്ഷേപങ്ങൾ നടക്കുന്ന പ്രവർത്തനം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഘട്ടം കീഴ്ഘട്ടമാണ്. ഇതിൻ്റെ ഭൂരൂപങ്ങൾ എന്ന് പറയുമ്പോൾ പ്രളയ സമതലങ്ങൾ വരും, ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപങ്ങളൊക്കെ ഇവിടെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതുപോലെ നദീജന്യ ഭൂരൂപങ്ങൾ നമ്മൾ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്നറിയപ്പെടും കേട്ടോ. ഫ്ലൂവിയൽ ലാൻഡ് ഫോം എന്നറിയപ്പെടുന്നത് ഈ നദീജല നിക്ഷേപങ്ങളെയാണ്. ഇനി വീരൂപ താഴ്വരകൾ ഉണ്ടാകാൻ കാരണമായത് എന്ത് തന്നെയാണ്? നദി തന്നെയാണ് കേട്ടോ. വീരൂപ താഴ്വരകൾ ഉണ്ടാവാൻ കാരണം വലയങ്ങളാണ് മിയാൻഡറുകളെ. അപ്പോൾ മലയാളത്തിൽ തന്നു കഴിഞ്ഞാൽ മിയാൻഡറുകൾ തന്നെയാണ് ഈ വലയങ്ങൾ എന്നറിയപ്പെടുന്നത്. സമതലങ്ങൾ നമ്മൾ പറഞ്ഞു കീഴ്ഘട്ടത്തിലാണ് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. ഇനി കൈവഴികൾ എന്താണ്? കൈവഴികളും പോഷക നദികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കൈവഴികൾ, പോഷക നദികൾ, അതായത് ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളെ നീർച്ചാലുകളെ എന്താ വിളിക്കുന്നത്? പോഷക നദി എന്നാണോ കൈവഴി എന്നാണോ? അതാണ് പോഷക നദി അല്ലെങ്കിൽ ട്രിബ്യൂട്ടറീസ് ആയിട്ടോ. മറ്റ് നദികൾ ഒരു മെയിൻ നദിയിലോട്ട് വന്ന് ചേരുന്നതിനാണ് നമ്മൾ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികൾ എന്ന് വിളിക്കുന്നത്. ഇനി നദീമുഖത്തോട് അടുക്കുമ്പോൾ വൻതോതിലുള്ള അവസാദ നിക്ഷേപങ്ങൾ കാരണം ചരിവിൻ്റെ അഭാവവും കാരണം അതിന് ബലമായിട്ട് നദികൾ പലതായിട്ട് വേർപിരിഞ്ഞു പോകുന്ന അതിനെയാണ് നമ്മൾ കൈവഴികളെന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഡെൽറ്റ ഫോം ചെയ്യുന്നതും ഈ നദീൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഡെൽറ്റ ഉണ്ടാകുന്നതും അതൊക്കെ. പിന്നീടുള്ളത് എന്ന് പറയുമ്പോൾ ഭൂഗർഭജലത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലക്മൈറ്റ്, കാസ്റ്റ് ഭൂപ്രകൃതി, സ്തംഭങ്ങൾ. ഇതൊക്കെ നമ്മുടെ ചുണ്ണാമ്പുകല നിക്ഷേപം അല്ലെങ്കിൽ ഭൂഗർഭജലജന്യ ഭൂരൂപങ്ങളാണ് കേട്ടോ. പിന്നെ കടൽ തീര ഭൂരൂപങ്ങളാണ് ക്ലിഫുകൾ, ബീച്ചുകൾ. അതൊക്കെ എന്താണ്? ക്ലിഫുകളും ബീച്ചുകളും ഒക്കെ കടൽ തീര ഭൂരൂപങ്ങളാണ്. പിന്നെ ഡിഫ്ലേഷൻ എന്താണെന്ന് നോക്കുക കേട്ടോ. ഡിഫ്ലേഷൻ അത് ചുരുട്ടി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽ മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന അപരദന പ്രവർത്തനത്തിനെയാണ് ഡിഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിഫ്ലേഷനും ഒരു അപരദന പ്രവർത്തനമാണ്. അതായത് ഒരിടത്ത് കിടക്കുന്ന മണ്ണിനെ അവിടെ നിന്ന് കുത്തി ഇളക്കി കാറ്റിൻ്റെ സഹായത്താൽ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ചുരുട്ടി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽ മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന അപരദന. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഇവിടുന്ന്
കൊണ്ട് അവിടേക്ക് നിക്ഷേപിക്കുമല്ലേ, അങ്ങനെ ഒരിക്കലും വിചാരിക്കാതെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇതൊരു അപരതനാണ്. കാരണം അവരെടുത്തുകൊണ്ട് പോകുന്ന ആ പ്രദേശത്ത് പിന്നെ ഒന്നും ഇല്ലല്ലോ, അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുള്ളൂ. അപ്പോൾ അവിടെ എന്താണ്, അപരതനാണ് കേട്ടോ. അപരതന പ്രക്രിയയാണ് ഈ ഡിഫ്ലേഷൻ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ കൂൺശിലകൾ, അത് മണലിൻ്റെ അല്ലെങ്കിൽ കാറ്റിൻ്റെ ഫലമായിട്ടാണ് കൂൺശിലകളൊക്കെ ഉണ്ടാകുന്നു. മണൽ കൂനകൾ ഉണ്ടാകുന്നു. ബർക്കനുകൾ എന്താണ്, ബർക്കനുകൾ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽ കൂനകളെയാണ് നമ്മൾ ബർക്കനുകൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ ലോകത്തിലെ മരുഭൂമി ഇല്ലാത്ത ഏക വൻകര ഏതാണ്, മരുഭൂമി ഇല്ലാത്തത് അത് യൂറോപ്പാണ് കേട്ടോ. മരുഭൂമി ഇല്ലാത്ത വൻകര യൂറോപ്പാണ്. ഇനി യു രൂപ താഴ്വരകൾ എന്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്, യു രൂപ താഴ്വരകൾ അത് ഹിമാനികളുടെ അപരദന പ്രക്രിയയുടെ മൂലം ഉണ്ടാവുന്നതാണ് യു രൂപ താഴ്വര എന്ന് വിളിക്കുന്നത്. ഹിമാനികളാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വതന്ത്ര വ്യാപാരം, ഓസോൺ പാളിയുടെ സംരക്ഷണം, വനവൽക്കരണം, സമുദ്ര വിഭവങ്ങളുടെ പങ്കുവെക്കൽ. ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓസോൺ പാളിയുടെ സംരക്ഷണം കേട്ടോ. അതാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. മോൺട്രിയൽ ഉടമ്പടി നടപ്പിലാക്കപ്പെട്ടതിലൂടെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായി തെളിഞ്ഞ പ്രദേശം. മോൺട്രിയൽ പ്രോട്ടോക്കോളിന് ശേഷം ഈ ഓസോൺ പാളിയുടെ ശോഷണം കുറഞ്ഞതായി കാണപ്പെട്ട പ്രദേശമാണ് ഏത്? അന്റാർട്ടിക്ക കേട്ടോ. അന്റാർട്ടിക് ഓഷ്യൻ്റെ മുകളിലാണ് അത് കുറഞ്ഞതായിട്ട് കാണപ്പെട്ടത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒപ്പിട്ടതിന് ശേഷം. ഇനി മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒപ്പുവെച്ച തീയതി ചോദിക്കും. അത് 1987 സെപ്റ്റംബർ 16 കേട്ടോ. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒപ്പിട്ടത് 1987 സെപ്റ്റംബർ 16. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സെപ്റ്റംബർ 16 നമ്മൾ ഓസോൺ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇനി ഇത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നൊരു ഡേറ്റ് ഉണ്ട്. അത് 1889 ജനുവരി 1 മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒപ്പിട്ടത് 1987 സെപ്റ്റംബർ 16. ഇനി നിലവിൽ വന്നത് 1989 ജനുവരി 1 നിലവിൽ വന്നത്. ഓക്കെ, ഈ 2 ഡേറ്റും പഠിക്കുക. ഇനി ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16. ഓസോൺ ഡേയുടെ 2024 തീം ചോദിച്ചാൽ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അത് ബാക്കി വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക. ഒരു വാല്യം കൂടെ ഉണ്ട്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്നാണ് നമ്മുടെ 2024 ഓസോൺ ഡേയുടെ തീം എന്ന് പറയുന്നത്, മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഇനി മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഇന്ത്യ അംഗമാവുന്ന ഡേറ്റ് ഉണ്ട്. അത് 1992 കേട്ടോ. മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ ഇന്ത്യ അംഗമാവുന്നത് 1992. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മാക്രോ എക്കണോമിക്സിൻ്റെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന്? മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ജെ.എം. കെയ്ൻസ് കേട്ടോ. ജെ.എം. കെയ്ൻസ് ആണ് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ തൊട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ അടുത്ത ഒരു ക്ലാസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.